വെൽക്കം ടു ഷൈമാസ് ലിറ്റിൽ വേൾഡ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഓണവിഭവത്തിലെ അടുത്തായിട്ടായ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ വളരെ സദ്യക്കൊക്കെ കഴിക്കുന്നത് പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. കുക്കറിൽ ഒറ്റ വിസിലുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ബീൻസ്, ക്യാരറ്റ്, പയർ ഒക്കെ ഒരു 200 ഗ്രാം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചേന, മുരിങ്ങക്കായ, പിന്നെ പച്ചക്കായ അത് കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കൈപ്പയ്ക്ക, പിന്നെ തൈരാണ്, നല്ല കട്ട തൈരാണ്, കറിവേപ്പില, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, വെളിച്ചെണ്ണ, ഒരു 4 പച്ചമുളക്, തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവിയലിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിടുക. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇളം മഞ്ഞ നിറത്തിലാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ ചെറുതായിട്ട് മഞ്ഞ മതി. പിന്നെ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മുടെ തൈര്, കട്ട തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു വെള്ളം, തൈരിൽ വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ തൈര് തന്നെ ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും വെന്തുടയില്ല. പിന്നെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കുന്നില്ലേ, അപ്പോൾ കഷ്ണമൊന്നും വെന്തുടഞ്ഞ് പോവില്ല. അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരൊറ്റ ഒരു വിസിൽ വന്നിട്ട് കുറച്ച് എയറൊന്നും ഒഴിവാക്കി മാറ്റി വയ്ക്കാം. ഇതാണ് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവുള്ള മുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ചതയ്ക്കാനുള്ള തേങ്ങയും ഇട്ട് ഇത് നമ്മൾ ഈ വിപ്പ് എന്നുള്ള ആ പൊസിഷനിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് കറക്കിയാൽ മതി. നമ്മൾ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡിലേക്കൊന്നും പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തുടയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്തിട്ട് നിങ്ങൾ ഇതൊന്ന് കഷ്ണം ഉടഞ്ഞ് പോവാതെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അധികം സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞ് പോയി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ തേങ്ങയുടെ കൂടെ ചേർത്തിട്ടുണ്ട്, എന്നാലും കറിവേപ്പില ചേർത്തു. പിന്നെ വെളിച്ചെണ്ണ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം വെളിച്ചെണ്ണ ചേർക്കുന്നോ അതാണ് നമ്മുടെ അവിയലിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ കുക്കർ കൊണ്ട് തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, സ്പൂണൊന്നും ഇടാതെ. പിന്നെ ഇപ്പോൾ ഞാൻ ചെറിയ തവി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുകയാണ്. അധികം നമ്മൾ ഇളക്കി ഉടച്ചെടുക്കണ്ട. ചൂടാറുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ബലം വെച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്നത് പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ മക്കളൊക്കെ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് അത് മതി, വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അവിയൽ ഉണ്ടാക്കാൻ അധികം പണികളൊന്നുമില്ല. നമ്മൾ ആദ്യം കഷ്ണം ഒക്കെ ഒരേ വലുപ്പത്തിലൊന്ന് മുറിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. കഷ്ണങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കുക്കറിലിട്ടിട്ട് തൈരും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഒറ്റൊരു വിസിൽ മതി. ആ വിസിൽ വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വിസിൽ ഒഴിവാക്കി കൊടുക്കുക. പിന്നെ ഒന്ന് എയർ പോയിട്ട് നമുക്ക് തുറന്നിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അധികം ഇളക്കി ഉടയ്ക്കേണ്ട. അവിയൽ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അവിയലിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനി അടുത്ത വിഭവമായിട്ട് ഞാൻ വരും.